നാളെ കർക്കിടക വാവാണ്. വർക്കലയെ സംബന്ധിച്ച് ബലിതർപ്പണത്തിന് പേരും പ്രശസ്തിയും കേട്ട നാടാണ് വർക്കല. പാപനാശം ആ പേര് തന്നെ അതിനെ അനർത്ഥമാക്കുകയാണ്. വർക്കലയിലെത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും വർക്കലയിൽ ഇതിനകം ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 15ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർത്തിണക്കി നിരവധി പ്രാവശ്യം അവരുടെ മീറ്റിങ്ങുകൾ ചേർന്ന് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. പ്രത്യേകിച്ചും പോലീസുമായി ബന്ധപ്പെട്ട് ഇത്തവണ 600-ലധികം വരുന്ന പോലീസുകാരെയാണ് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പാർക്കിംഗ് ആണ്. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 15ഓളം സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലൈറ്റ് സംവിധാനം, മറ്റ് വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള മറ്റ് സംവിധാനങ്ങൾ എല്ലാം അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് വർക്കലയിൽ എത്തിച്ചേരുന്നതിനു വേണ്ടി തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തു നിന്നുള്ള വിവിധ KSRTC ഡിപ്പോകളിൽ നിന്ന് നിരവധിയായിട്ടുള്ള സർവീസുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെ ഉച്ചയോടുകൂടി ഈ സർവീസുകൾ ആരംഭിക്കും. ബലിതർപ്പണ പരിപാടികൾ അവസാനിക്കുന്നതുവരെ KSRTCയുടെ പ്രത്യേക ബസ് സംവിധാനം ഉണ്ടാകും. ഒരു താൽക്കാലികമായിട്ടുള്ള ബസ് സ്റ്റേഷൻ വർക്കലയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും പ്രത്യേകിച്ചും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ സഹായകരമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. പിന്നെ അവിടെ ദേവസ്വം ബോർഡ് പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, തീരം ഈ പ്രാവശ്യം വളരെ കുറവാണ്, കടൽ പ്രക്ഷുബ്ധവുമാണ്. എങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവിടുത്തെ ബലിമണ്ഡപത്തിനോട് ചേർന്ന് ഒരു പ്രത്യേക പന്തൽ തയ്യാറാക്കിയിട്ടുണ്ട്. 500-നും 600-നും ഇടയ്ക്ക് ഭക്തജനങ്ങൾക്ക് ഒരേ സമയം ബലിയിടാൻ പറ്റുന്ന സൗകര്യം ദേവസ്വം ബോർഡ് പ്രത്യേകമായിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പുരോഹിതന്മാരെയും പൂജാരിമാരെയും എല്ലാം ദേവസ്വം ബോർഡ് നിയോഗിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ സ്വകാര്യ പൂജാരിമാരും അവിടെ പ്രത്യേകമായിട്ട് അവരുടെ സ്ഥലങ്ങളിൽ ബലിതർപ്പണത്തിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ അവരും ഒരുക്കിയിട്ടുണ്ട്. മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, ഇപ്പോൾ KSEB ആണെങ്കിലും ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി ആണെങ്കിലും അങ്ങനെ തുടങ്ങി ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം, പ്രത്യേകിച്ചും നഗരസഭ ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ, അത്യാവശ്യം കുളിക്കുന്നതിനാവശ്യമുള്ള മറ്റു സംവിധാനങ്ങൾ എല്ലാം ഈ പ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് തന്നെ അവിടെ ലൈഫ് ഗാർഡുകളുടെ പ്രത്യേകമായിട്ടുള്ള പരിശീലനം നൽകിയ ആളുകളെ ഇക്കുറി അധികമായിട്ട് നിയമിച്ചിട്ടുണ്ട്. എന്നാലും പ്രത്യേകമായിട്ട് ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബലിതർപ്പണം കഴിഞ്ഞ് കടലിലേക്ക് പോകുമ്പോൾ ലൈഫ് ഗാർഡുകൾ നൽകുന്ന നിർദ്ദേശം കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കണം. എല്ലാ അർത്ഥത്തിലും നമുക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത നിലയിൽ വർക്കലയിൽ ഈ പ്രാവശ്യം ബലിതർപ്പണ ചടങ്ങുകൾക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായ വിവരം നിങ്ങളെ സസന്തോഷം അറിയിക്കുകയാണ്. ബലിതർപ്പണത്തിനായി എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവിടുത്തെ നിയമസഭാ അംഗമെന്നുള്ള നിലയിൽ പ്രത്യേകം വർക്കലയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. Attingal, Pothencourt, Alangoട്, Thrissur, Dubai.
അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.